കേരളത്തിൽ വീണ്ടും നിപയുടെ സാന്നിധ്യം അറിയപ്പെട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പക്ഷി വളർത്തൽ ഇനി സൂക്ഷ്മതയോടെ ചെയ്യേണ്ടത് എങ്ങനെ എന്നൊന്ന് ചർച്ച ചെയ്യാം. സ്വദേശിയും വിദേശിയുമായി വിവിധയിനം അലങ്കാര കോഴികൾ നമ്മൾ വളർത്തുന്നുണ്ട്. പക്ഷികളെ പരിചരിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഊന്നൽ നൽകണം. ഇത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. നിത്യജീവിതത്തിൽ മനുഷ്യൻ ഏറ്റവും അടുത്ത് ഇടപഴകുന്നത് പക്ഷികളുമായാണ്. കാരണം മിക്ക വീടുകളിലും വളർത്തുപക്ഷികളുണ്ട്. അതുകൊണ്ടുതന്നെ പക്ഷികളിൽ നിന്നും പടരുന്ന രോഗങ്ങളാണ് മനുഷ്യന് ഏറെ ഭീഷണി ഉയർത്തുന്ന ഒരു കാരണം. ഇത്തരം രോഗങ്ങൾ പടരാനുള്ള സാധ്യതകൾ ധാരാളമുണ്ട്. മുട്ടക്കോഴി, ഇറച്ചിക്കോഴി ഇങ്ങനെ പ്രത്യേകം ആവശ്യങ്ങൾക്കായി കോഴികളെ വളർത്തുന്നുണ്ട്. ഇതിനു പുറമെയാണ് അലങ്കാര കോഴികളും പക്ഷികളും. സ്വദേശിയും വിദേശിയുമായി വിവിധയിനം അലങ്കാര കോഴികൾ വളർത്തുന്നുണ്ട്. പക്ഷികളെ പരിചരിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ഊന്നൽ നൽകണം. പക്ഷികൾ തൂവൽ കുടയുമ്പോൾ ഉണ്ടാകുന്ന പൊടിയും ഭക്ഷണാവശിഷ്ടങ്ങളും അന്തരീക്ഷത്തിൽ പറക്കുന്നത് അലർജിയും ആസ്ത്മയുമുള്ള രോഗികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. പക്ഷിപ്പനി പോലുള്ള മാരക രോഗങ്ങൾ കോഴികളിലൂടെയും മറ്റ് അലങ്കാര പക്ഷികളിലൂടെയും മനുഷ്യനിലേക്ക് പടരാനിടയുണ്ട്. കോഴി, താറാവ്, ഗീസ്, ടർക്കി, ഗിനി, കാട തുടങ്ങിയ വളർത്തുപക്ഷികളാണ് പക്ഷിപ്പനിയുടെ പ്രകൃത്യാലുള്ള രോഗവാഹകർ. തീറ്റയോട് മടുപ്പ്, മൂക്കൊലിപ്പ്, തുമ്മൽ, മുട്ടയുൽപാദനത്തിൽ കുറവ്, പൂവിൽ നീലനിറം, നീർക്കെട്ട്, കണ്ണിൽ ചുവപ്പ് എന്നീ ലക്ഷണങ്ങൾ കാണിക്കും. മാരകമായ വൈറസാണ് രോഗകാരിയെങ്കിൽ പക്ഷികൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങും. ചിലപ്പോൾ മരണനിരക്ക് 100% ആകാറുണ്ട്. മനുഷ്യനിൽ പക്ഷിപ്പനിയുടെ രോഗലക്ഷണം പ്രകടമാകാൻ 2 മുതൽ 7 ദിവസം വേണ്ടിവരും. ഉയർന്ന പനി, വയറിളക്കം, ഛർദി, വയറുവേദന തുടങ്ങിയവയാണ് പക്ഷിപ്പനിയുടെ പ്രാരംഭ ലക്ഷണങ്ങൾ. ചിലരിൽ മൂക്കിലൂടെയും മോണയിലൂടെയും രക്തസ്രാവവും ഉണ്ടാകും. 5-ാം ദിവസം ശ്വാസതടസ്സവും ശബ്ദവ്യത്യാസവും അനുഭവപ്പെടും. രക്തം കലർന്ന കഫവും ന്യൂമോണിയയും ചിലരിൽ കണ്ടുവരുന്നു. കോഴിഫാമുകളും കോഴികളെ വളർത്തുന്ന കൂടും വൃത്തിയായി സൂക്ഷിക്കുകയാണ് പക്ഷിപ്പനി തടയാനുള്ള പ്രാഥമികമായ മാർഗം. ചാകുന്ന കോഴികളെ കൈക്കൊണ്ട് എടുത്തു നശിപ്പിക്കാതിരിക്കുക. വേറെ പ്രധാന അസുഖമാണ് കാമ്പൈലോബാക്ടീരിയോസിസ്. മൃഗോൽപ്പന്നങ്ങളിലൂടെ ദഹനേന്ദ്രിയത്തെ ബാധിക്കുന്ന ഒരു ജന്തുജന്യ രോഗമാണിത്. പാൽ, മാട്ടിറച്ചി, പന്നിയിറച്ചി എന്നിവയിലൂടെ രോഗം പടരുമെങ്കിലും കോഴിയിറച്ചിയിലൂടെ പടരാനുള്ള സാധ്യത കൂടുതലാണ്. പനി, അതിസാരം, വയറുവേദന, രക്തം കലർന്ന വയറിളക്കം എന്നിവയാണ് മനുഷ്യനിൽ രോഗം ബാധിച്ചാലുണ്ടാകുന്ന പ്രധാന ലക്ഷണം. ഗർഭിണികളിൽ ഗർഭം അലസാനും രോഗം മൂലം സാധ്യതയുണ്ട്. അപൂർവം അവസരങ്ങളിൽ ഹൃദയത്തെയും രോഗം ബാധിച്ചെന്നു വരും. പക്ഷികളെ വളർത്തുമ്പോൾ നമ്മൾ പ്രാഥമികമായി അറിയേണ്ട കാര്യങ്ങളുണ്ട്. മറ്റു പക്ഷികളെ അപേക്ഷിച്ച് അലങ്കാരത്തിനുവേണ്ടി മാത്രം വളർത്തുന്ന പക്ഷികൾക്ക് രോഗപ്രതിരോധശേഷി കുറവായിരിക്കും. പലതരത്തിൽപ്പെട്ട ജന്തുജന്യ രോഗങ്ങളും അലങ്കാര പക്ഷികളിൽ നിന്നും മനുഷ്യരിലേക്ക് എളുപ്പം പടരാൻ സാധ്യതയുണ്ട്. ഓർണിത്തോസിസ്, സിറ്റാക്കോസിസ് തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പാരറ്റ് ഫീവർ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. അലങ്കാര പക്ഷികളുടെ ഉടമകൾ, പക്ഷിവ്യാപാര കേന്ദ്രത്തിലെ തൊഴിലാളികൾ, വെറ്ററിനറി മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്നിവർക്കാണ് രോഗത്തിനു സാധ്യത. ക്ലമീഡിയ ആണ് രോഗാണു. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് രോഗം പടരും. പക്ഷികളുടെ കാഷ്ടത്തിലൂടെയോ മറ്റു വിസർജ്യവസ്തുക്കളിലൂടെയോ തൂവലുകളിൽ നിന്നുള്ള പൊടി ശ്വസിക്കുന്നതു വഴിയോ രോഗം മനുഷ്യനിലേക്ക് പകരുന്നു. പക്ഷിക്കൂടുകൾ വൃത്തിയാക്കുമ്പോഴാണ് രോഗാണു മനുഷ്യശരീരത്തിൽ പ്രവേശിക്കുന്നത്. പക്ഷികളുടെ വിസർജ്യത്തിൽ ഏറെക്കാലം രോഗാണുക്കൾ നശിക്കാതെ നിലനിൽക്കും. പനി, തലവേദന, പേശിവേദന, ശ്വാസകോശ പ്രശ്നങ്ങൾ തുടങ്ങിയവ ലക്ഷണങ്ങളാണ്. വിദേശത്തുനിന്നും ഇറക്കുമതി ചെയ്ത പക്ഷികളെ ക്വാറന്റൈനിൽ നിർത്തുക. വഴിയിൽ ചത്തുകിടക്കുന്ന വന്യമൃഗങ്ങളെ കൈകൊണ്ട് തൊടാനോ പരിശോധിക്കാനോ പാടില്ല. കോഴിയിറച്ചി സംസ്കരണശാല, ഹാച്ചറി തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിക്കരുത്. കോഴിയുടെയും അലങ്കാര പക്ഷികളുടെയും കൂടുകൾ വൃത്തിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒട്ടുമിക്ക പക്ഷിരോഗങ്ങളും മനുഷ്യരിലേക്ക് പകരുന്നത് പക്ഷികളുമായോ അവയുടെ വാസസ്ഥലവുമായോ അടുത്തിടപഴകേണ്ടിവരുമ്പോഴാണ്. കാൽമുട്ടുവരെ നീളമെത്തുന്ന ഷൂസും കയ്യുറയും മാസ്കും ധരിച്ചു മാത്രമേ കൂടിനുള്ളിൽ പ്രവേശിക്കാൻ പാടുള്ളൂ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കൂട് ഫോഗിംഗ് നടത്തിയോ അണുനാശിനി തളിച്ചോ അണുവിമുക്തമാക്കുക.
കൂട്ടിലോ അതിനു ചുറ്റുമോ കാഷ്ടം കെട്ടിക്കിടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പക്ഷികളിൽ കാണുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും ശ്രദ്ധിക്കുക. ഒന്നിലേറെ പക്ഷികൾ ചാകുന്നുണ്ടെങ്കിൽ വെറ്ററിനറി ഡോക്ടറെ വിവരമറിയിക്കുക. മരണകാരണം കണ്ടെത്തുക. ഫാമുകളിൽ ശുചിത്വം പാലിക്കുക. ദേശാടന പക്ഷികൾ വ്യാപകമായ പ്രദേശങ്ങളിൽ കോഴിഫാം തുടങ്ങാതിരിക്കുക. രോഗബാധിതരായവർ കോഴിഫാമിൽ പ്രവേശിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം.